السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحادث الأمم، ولن يضيق رسول الله جاهك بي إذا الكريم تجلى باسم منتقم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പരിപാടി സ്വീകരിക്കുമാറാവട്ടെ. നല്ലത് പറയാനും കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്കേവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹബത്ത് വെക്കുന്ന യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസിൻ്റെ തുടർച്ചയാണ് ഇന്ന് നടക്കുന്നത്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിലും ഉണർവിലും മഹാന്മാർ കണ്ടു. അതിലെ ആദ്യ ഭാഗമാണ് നാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വപ്നത്തിൽ പല നിർദ്ദേശങ്ങൾ നൽകിയതും പല വസീയത്തുകളും നൽകിയത്, രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തത്, പ്രശ്നങ്ങളെല്ലാം തീർത്തത്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ ചില ഭാഗങ്ങൾ കൂടി വിശദീകരിച്ച് ഉണർവിൽ കാണുന്നതിനെ കുറിച്ചും എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക എന്ന് പറഞ്ഞാലുള്ള താല്പര്യവും എന്നതുകൂടി പറയുമ്പോഴാണ് ഈ അധ്യായത്തോട് നമുക്ക് നീതി പുലർത്താനാവുക. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരിൽ മഹദിമാരും മഹാന്മാരും ധാരാളമായി ഉണ്ട്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അവിടുത്തെ ഉസ്താദായ മുസ്തദറക്കിന്റെ മുസന്നിഫ് കൂടിയായ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു, അവരുടെ മുഖത്ത് ഒരു ഭാഗത്ത് ഒരു കുരു വന്നു, വീർത്തു വന്നു. ധാരാളമായി ചികിത്സിച്ചു നോക്കിയെങ്കിലും 1 വർഷത്തോളം ചികിത്സ തുടർന്നെങ്കിലും പരിഹാരമായി ഒന്നും ലഭിച്ചില്ല. രോഗം തുടരുകയാണ്. അവരുടെ ഉസ്താദായ അബൂ ഉസ്മാനു സാബൂനി എന്ന് പറയുന്ന മഹാൻ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ദുആ ചെയ്യിപ്പിച്ചു. എല്ലാവരും വെള്ളിയാഴ്ചകളിൽ ആമീൻ പറഞ്ഞു. അപ്പോഴാണ് മഹാന്റെ രോഗത്തിന് പരിഹാരമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ നിർദ്ദേശിക്കുകയാണ്, ജനങ്ങളോട് പറയാൻ. ഖൂലു, നിങ്ങളെല്ലാവരും കൂടി പറയേണ്ടത്, ലി അബി അബ്ദില്ല, ഇമാം ഹാക്കിം എന്നവരോട് പറയേണ്ടത്, യുവസ്സിഉൽ മാഅ അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് വെള്ളം വിശാലമാക്കി കൊടുക്കാൻ വേണ്ടി പറയൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കുടിവെള്ള പദ്ധതി അത് നടപ്പാക്കാൻ വേണ്ടിയാണ് പറഞ്ഞേക്കണം. അന്ന് ആവശ്യം അതായിരുന്നു. ആ ആവശ്യം നിർവഹിച്ചു കൊടുക്കൂ, എങ്കിൽ നിങ്ങളുടെ മുഖത്തുള്ള ഈ രോഗം മാറിക്കിട്ടും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്ന് പലർക്കുമായി നിർദ്ദേശം കൊടുത്തു. അങ്ങനെ അവർ ജലസംഭരണി ഉണ്ടാക്കി, അഥവാ ജനങ്ങൾക്കെല്ലാം, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കെല്ലാം സൗജന്യമായി വെള്ളം കിട്ടത്തക്ക വിധത്തിൽ ഏർപ്പാടാക്കിയപ്പോൾ അവരുടെ രോഗം മാറിക്കിട്ടി. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാം. പാവപ്പെട്ടവർക്ക് വേണ്ടി വെള്ളം നമ്മൾ സംവിധാനിച്ചു കൊടുത്താൽ നമ്മുടെ രോഗങ്ങളൊക്കെ മാറുമത്രേ. പ്രായം കൂടുമ്പോൾ മുട്ടുവേദന മറ്റൊക്കെ പലർക്കും ഉണ്ടാവാറുണ്ടല്ലോ, തേയ്മാൻ എന്നൊക്കെ പറഞ്ഞാൽ പോലും. അവരോടെല്ലാം നമുക്ക് പറയാനുള്ളൊരു കാര്യം, പെട്ടെന്ന് ശരീരത്തിൽ വരുന്ന വേദനകൾ, രോഗങ്ങൾ, ഇതെല്ലാം പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് സാന്ത്വനത്തിന്റെ, SYSന്റെ സ്വാന്തനം വക, ICFന്റെ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ വക പാവപ്പെട്ട ഏതെങ്കിലും കുടുംബത്തിന് കിണർ ഒഴിച്ചു കൊടുക്കുന്നു. റിമോട്ടഡ് ഏരിയയിൽ ഒരു ഗ്രാമത്തിൽ കുഴൽ കിണർ സംവിധാനിക്കുന്നു. അവിടെ ഒരു 1000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ. ആ കിണർ മൊത്തമായിട്ടും ഏറ്റെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും കഴിയും വിധത്തിൽ അതിന് സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെല്ലാം മാറുമത്രേ. പലരും മുട്ടുവേദന പരാതി പറയുമ്പോൾ ഞാനിതാണ് സാധാരണ പറയാറുള്ളത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരാൾ മുട്ടുവേദനയുടെ പരാതി വന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വേദന,
നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കാലിന് ഒരു കുരു വന്ന് വീർത്ത് വന്ന് വേദന സഹിക്കാൻ പറ്റാതായി. 7 വർഷം ആ രോഗം അവർക്കുണ്ടായത്ര. 7 വർഷം. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു, പാവപ്പെട്ടവരുടെ നാട്ടിൽ പോയി കിണർ കുഴിച്ചു കൊടുക്കൂ. അങ്ങനെ അവർ ചെലവഴിച്ചിട്ട് കിണർ കുഴിക്കാൻ തുടങ്ങി. കിണറിൽ വെള്ളം കാണലും അദ്ദേഹത്തിന്റെ കുരു പൊട്ടുകയും ചെയ്തു, അദ്ദേഹത്തിന്റെ വേദന മാറുകയും ചെയ്തു. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന സംഭവം. ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ കാണാം. പാവപ്പെട്ടവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്താൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം നമുക്കുണ്ടാവും. അതാണ് അവിടത്തോടുള്ള മഹബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗവും. ജനങ്ങൾക്ക് വേണ്ടത് കൊടുക്കുക. അതുകൊണ്ടല്ലേ 1,00,000-ലധികം വരുന്ന സ്വഹാബത്തില് വെറും 10,000 പേരല്ലേ മക്കത്തും മദീനത്തും ഖബറുള്ളൂ. 1,00,000-ന് മേലെ വരുന്ന സ്വഹാബത്ത് എവിടെ പോയി? ജനങ്ങൾക്ക് വേണ്ട ദീൻ പറഞ്ഞു കൊടുക്കാൻ അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. ആ ഒരു മഹബത്തിന്റെ കാമ്പ് അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ദീനീ പ്രവർത്തനങ്ങൾ നടത്തൽ തന്നെയാണ് ഏറ്റവും വലിയ മഹബത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, അതാണല്ലോ വേണ്ടത്. നമുക്ക് രസമുള്ളത് ചെയ്യലല്ല മഹബത്ത്. അങ്ങനെ വിചാരിക്കുന്നു. അത് ഏതൊരു വിഭാഗത്തിലായാലും കുറെ ടേസ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകണം, ഇതിൽ എനിക്കെന്തോ വൈയക്തികമായ നേട്ടം കിട്ടുന്നതുകൊണ്ടാണോ എല്ലാവരും പുകഴ്ത്തുന്നു, എല്ലാവരും എന്നെ നന്നാക്കി പറയുന്നു, എന്തെങ്കിലും അത് ഏത് രംഗത്തായാലും സജീവ പ്രവർത്തകരാകുന്നു, ഭയങ്കരമായിട്ട് സ്വതക്ക ചെയ്യുന്നു, നന്നായി പ്രഭാഷണം നടത്തുന്നു, അപ്പൊ കുറെ അഭിനന്ദനങ്ങളും ആദരവുകളൊക്കെ വരും. അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ജ്ഞാനീയത്ത് രൂപപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്നിങ്ങനെ സംശയിക്കേണ്ടതുണ്ട്. അതേത് കാര്യമായാലും അങ്ങനെ തന്നെ. നമുക്ക് രസമുള്ളത് ചെയ്യലാണ് മഹബത്ത് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. ചിലപ്പോ നമുക്ക് സ്റ്റേജ് കിട്ടുക, കുറെ രീതിയിൽ പാട്ട് പാടുക, എല്ലായിടത്തുനിന്നും ആദരിക്കുക, എന്നിട്ട് നമ്മൾക്ക് ഭയങ്കര മൊഹിബാവുക, അങ്ങനെയൊന്നും വിചാരിക്കരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യലാണോ ഇഷ്ടം അത് ചെയ്യലാണ് മഹബത്ത്. അതാണല്ലേ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചില്ലേ, അവിടെ ഖബർ കിട്ടണം എന്ന് വിചാരിച്ച ആയിഷ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹ അത് ഉമർ തങ്ങൾക്ക് കൊടുക്കാനുള്ള കാരണം എന്താ? ആ സ്ഥലം ഞാനും ഒരു മുഹിബ്, ഉമർ തങ്ങൾ ഒരു മുഹിബ്, ഞാൻ ആ സ്ഥലം കൊടുക്കാതിരുന്നാൽ മഹബൂബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമാവൂലേ? ഞാൻ കൊടുക്കലല്ലേ മഹബൂബായ തങ്ങൾക്ക് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കൊടുത്തേക്കാം, ഞാൻ പോയി ജന്നത്തുൽ ബഖീൽ കിടന്നോളാം. കേട്ടോ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കണ്ട മഹാന്മാർ മഹദിമാർ, അതിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഇന്ന് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കാണുക മാത്രമല്ല, അതിന്റെ റിസൾട്ട് അവരുടെ ഉണർച്ചയിൽ അനുഭവിക്കുകയും ചെയ്തു. അവിടുത്തെ തർബിയത്തും അവിടുത്തെ ഇർഷാദും വഫാത്തോടുകൂടി നഷ്ടപ്പെടൂലല്ലോ. എങ്ങനെ നഷ്ടപ്പെടാനാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷഹീദുൻ, ഷഹീദല്ലേ എന്ന് പറഞ്ഞാൽ സാക്ഷിയല്ലേ, ഹബീബല്ലേ, ഇഷ്ടക്കാരനല്ലേ, ഷഫീ അല്ലേ, ശുപാർശകനല്ലേ, തൊബീബല്ലേ, ഡോക്ടറല്ലേ. ഡോക്ടർക്ക് രോഗിയെ കാണണ്ടേ? ഷഫീഇന് ആരെയാണോ ശുപാർശ ചെയ്യുന്നത് അവരെ നോക്കിക്കാണേണ്ടതില്ലേ? സാക്ഷിയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആനാണല്ലോ പരിചയപ്പെടുത്തിയത്. അങ്ങനെ സാക്ഷിയാവണമെങ്കിൽ കാണേണ്ടതില്ലേ? നോക്കിക്കാണേണ്ടതില്ലേ? ഉണ്ട്. തങ്ങൾ വഫാത്താവലോടുകൂടി എല്ലാം തീർന്നുപോയി എന്ന വിചാരം കടുത്ത തെറ്റാണ്. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ശരീരം ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുന്നു, ഭൂമി അവരെ തിന്നുകയില്ല. 13 വിഭാഗം ആൾക്കാരുടെ ശരീരത്തെ ഖബർ തിന്നുകയില്ല. ഇപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോഴും തർബിയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു, വ്യത്യസ്ത നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മാറ്റം. അതെങ്ങനെ വഫാത്തോടുകൂടി നഷ്ടപ്പെടാനാ? നിങ്ങൾ കണ്ടില്ലേ, ഇസ്രാഇന്റെ രാത്രി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അള്ളാഹുവിന്റെ അടുത്തുനിന്ന് 50 വക്ത് നിസ്കാരമാണല്ലോ ആദ്യം വാങ്ങിയത്. എന്നിട്ട് ആ 50നെ 5ലേക്ക് റെഡ്യൂസ് ചെയ്യിപ്പിച്ചത് ആരാ? മൂസാ നബി അലൈഹി സ്വലാം. അന്ന് മൂസാ നബി അലൈഹി സ്വലാം ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് ചെയ്യിപ്പിച്ചത്? തങ്ങളുടെ ഉമ്മത്തിന് ഈ 50 വക്തൊന്നും ആവൂല നബിയെ എന്ന് പറഞ്ഞ ഉമ്മത്തിനോട് സ്നേഹം കാണിച്ച നമുക്കേറെ കടപ്പാടുള്ള ആളാണ് കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ആ വിഷയത്തിൽ ഉമ്മത്തിനെ സഹായിക്കാൻ, നിബിതങ്ങളോട് വിഷയം സംസാരിക്കാനൊക്കെ മുതിർന്ന മൂസാ നബി അലൈഹി സ്വലാം ആ സമയത്ത് ആരായിരുന്നു? അക്കാന ഹയ്യൻ, ജീവിച്ചിരിപ്പുള്ള ആളായിരുന്നോ?
മുൻതഖിലൻ, അല്ല വഫാത്തായ ആളായിരുന്നു. അതേ മൂസാ നബി അലൈഹി ഇസ്ലാമിന് തന്നെ അല്ലേ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരുന്ന വഴി അവിടുന്ന് റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫീ ഖബരിഹി, ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നതായിട്ട് കണ്ടത്? ആ മൂസാ നബി എന്നല്ലേ ബൈത്തുൽ മുഖദ്ദസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇമാമിന്റെ പിന്നിലായി മഅ്മൂമായി 70 അമ്പിയാക്കൾ നിസ്കരിക്കുമ്പോ ഖദ്ദമത്തുക ജമീഉൽ അംബിയാഇ ബിഹാ എന്ന് ബുസ്രി ഇമാം സൂചിപ്പിച്ചപ്പോൾ ആ മഅ്മൂമിൽപ്പെട്ടത് ആ മൂസാ നബി എന്നല്ലേ ആറാനാകാശത്തുള്ളത്? ആറാനാകാശത്തു നിന്നല്ലേ ഈ പ്രോസസ്സ് നടത്തുന്നത്? അപ്പോൾ മൂസാ നബി വഫാത്തായി കഴിഞ്ഞില്ലേ? വഫാത്തായി. എന്നിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ഈ വിഷയത്തിൽ ഇടപെട്ടു. എന്തിന്? ഉമ്മത്തിനെ നന്നാക്കാൻ. ഉമ്മത്തിന് താങ്ങാത്തത്, കഴിയാത്തത് വെറുതെ പറയല്ലേ നബിയെ എന്ന് പറഞ്ഞ് ഉമ്മത്തിനെ സഹായിച്ചു. അങ്ങനെ മരിച്ചവര് സഹായിക്കൂല, മരിച്ചവരങ്ങനെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വാദിക്കുന്ന ഉൽപ്പതിഷ്ഠ വിഭാഗങ്ങള് 50 വക്ത് നിസ്കരിച്ചാട്ടെ ഡെയിലി നടക്കുമോ? ഇല്ല. അപ്പൊ അത് നടക്കുന്നു. മൂസാ നബിക്ക് ഇത്ര അധികം സ്നേഹം നമ്മളോട് ഉണ്ടെങ്കിൽ അവരെക്കാൾ എത്രയോ 10 മടങ്ങ് അർഫക്കും അഷ്ഫക്കും കൃപയും സ്നേഹവും കാണിച്ച ആളല്ലേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലെ? ഇതുപോലെ അതേ രാത്രി തന്നെ, അഥവാ ഇസ്രായിന്റെ രാത്രി തന്നെ 7-ാം ആകാശത്ത് സമ്മാനം വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോ ആദ്യം കാണുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയാണ്, പിന്നെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കാണുന്നത്. മൂസാ നബിക്കാണെങ്കിൽ അള്ളാനെ കാണാൻ പറ്റാത്തൊരു വിഷമം പണ്ടേ ഉണ്ട്. ഫലമ്മ റഅ, മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ ഒരു നൂറ് കണ്ടപ്പോ തന്നെ അവിടുന്ന് ബോധം കെട്ട് ഹർറ മൂസ സഇക്കാന്നല്ലേ, ബോധക്കേട് വന്നുപോയില്ലേ? ആ വിഷമം പണ്ടേ ഉണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്. ഇനി ഏതായാലും കണ്ടാളെ കുറെ തവണ കാണാ എന്നുകൂടി ഉദ്ദേശം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉള്ളിലുണ്ട് എന്നാണ് തഫ്സീർ സ്വാവിയിലൊക്കെ കാണുന്നത്. ഏതായാലും അതിന്റെ മുമ്പേ കണ്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തങ്ങളോട് എന്താ പറഞ്ഞത്? എവിടത്തേക്ക് പോണത്? ഉമ്മത്തിലേക്കല്ലേ, ജനങ്ങളിലേക്കല്ലേ. തങ്ങളെ അവരോട് ഒരു കാര്യം പറയണേ. എന്താ ഇബ്രാഹിം നബിയെ? അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന ദിക്ർ ചൊല്ലാൻ വേണ്ടി പറയണം. അതേതാ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഒരു റിപ്പോർട്ട് പ്രകാരം അത് ചൊല്ലാൻ പറയണേ. എന്തിനാ അത് ചൊല്ലണത്? ബി അന്നൽ ജന്നത കുല്ലഹാ ഖൈആൻ, സ്വർഗം എന്ന് പറഞ്ഞാൽ നല്ല മണ്ണാ, ആ മണ്ണിൽ നല്ല ഫലവൃക്ഷങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള ഒരു വഴിയാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഓരോ ദിക്ർ ചൊല്ലുമ്പോഴും സ്വർഗത്തിൽ ഒരു മരം അള്ളാഹു നടുവത്രേ. ഓരോ ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോൾ സ്വർഗത്തിൽ ഒരു മരം. അതുകൊണ്ട് തങ്ങളുടെ ഉമ്മത്തിനോട് സ്വർഗത്തിൽ ഒരുപാട് മരങ്ങൾ നടാൻ വേണ്ടി പറയണേ എന്ന് ആര് പറഞ്ഞു? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇവിടെ ധാരാളം പറയാനാണ്. നമ്മുടെ പ്രധാന പീക്ക് പോയിന്റിലേക്ക് ആദ്യം കിടക്കാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് സ്വർഗത്തിൽ ഇങ്ങനെ നല്ല മരം നടാൻ പറ്റിയ സ്ഥലമാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ഉമ്മത്തിനോട് അത് ചൊല്ലാൻ വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നത് ഇബ്രാഹിം നബിക്കുള്ള സ്നേഹം കൊണ്ടാണ്. ഇബ്രാഹിം നബി കാന ഹയ്യൻ അം മുൻതഖില, ഇബ്രാഹിം നബി ജീവിച്ചിരിപ്പുള്ള സമയമാണോ അത്? എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വഫാത്തായിട്ടുണ്ട്? എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ്? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും മുമ്പ് ജീവിച്ച ആളല്ലേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉമ്മത്തിനോട് ഇത്രയും സ്നേഹം വഫാത്തിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇങ്ങനെ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ വഫാത്തായ മുത്തുനബി തങ്ങൾ ഈ ഉമ്മത്തിനോട് എത്രമാത്രം സ്നേഹം കാണിക്കും, എത്രമാത്രം തർബിയത്ത് നടത്തും, എത്രമാത്രം അഷ്ഫക്കും അർഫക്കുമായിരിക്കും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് പറഞ്ഞു കൊടുക്കണേ, ഈ ദിക്ർ ചൊല്ലാൻ വലിയ മഹത്തുള്ള ദിക്റാണിത്. ആ ദിക്റിന്റെ ഓരോ അക്ഷരത്തിന്റെയും കണക്കനുസരിച്ച് 10 കൂലി രേഖപ്പെടുത്തും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഉണങ്ങിയ ഇലകൾ, മരത്തിന്റെ ചില്ലകൾ കുലുക്കുമ്പോൾ ആ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ ദോഷങ്ങളെല്ലാം ഈ ദിക്ർ ചൊല്ലുമ്പോൾ കൊഴിഞ്ഞു പോകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്റാണ്. സ്വർഗത്തില് വീടെടുക്കാൻ മാർഗമുണ്ട്, ചെടി നടാൻ മാർഗമുണ്ട്. സ്വർഗത്തിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. സ്വർഗത്തിൽ ഒരാൾക്ക് 10-50 ഏക്കർ എന്ന് പറഞ്ഞാൽ വലിയ കുറെ സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനും മാർഗമുണ്ടല്ലോ. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സ്വർഗത്തിൽ പോയി കണ്ട് വന്നിട്ട് പഠിപ്പിച്ചില്ലേ? സ്വർഗത്തിൽ വീടെടുക്കാനല്ലേ ഡെയിലി 10 ഇഖ്ലാസ് സൂറത്ത് ഓതാൻ പറഞ്ഞത്?
തർക്കിക്കാൻ ചാൻസ് കിട്ടിയിട്ടും തർക്കിക്കാതിരുന്നാൽ സ്വർഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വീട് വാങ്ങിത്തരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോഴാണ് നമ്മൾ തർക്കിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ എന്നോട് വേണ്ട, എന്നോട് വർത്താമത്തോ ഒരാളും ജയിക്കലില്ല മോനെ. ഏതെങ്കിലും തർക്കിക്കാൻ ചാൻസ് കിട്ടിയിട്ട് ഉപ്പരിക്ക് വേറെന്തോ തിരക്കോ മറ്റോ കാരണമെങ്കിൽ ഞാൻ അവിടെ ഇല്ലായിരുന്നു, എന്റെ മറ്റൊരു മുഖം കാണായിട്ടാണ്. ഈ അഹങ്കാരത്തിന്റെ ഈ വർത്തമാനം അങ്ങോട്ട് നിർത്തണം. ആരെയാ ഈ ഞാനാരാ ആദ്യം നരകത്തിലേക്ക് നമ്മളെ വിളിക്കുന്നതെങ്കിലും എവിടുന്നാണ് ഈ വാക്കുകളൊക്കെ നമുക്ക് കിട്ടിയേക്കുന്നത്? ഒരു മുഹിബ്ബിൽ ഇതൊക്കെ വരാൻ പാടുണ്ടോ? പാടില്ല. തർക്കിക്കാൻ ചാൻസ് കിട്ടി, ആ ചാൻസിന്റെ നേരത്ത് നിങ്ങൾ എന്നെ ഓർത്തുകൊണ്ട് നിങ്ങൾ അവിടെ അത് നിർത്തണം. എങ്കിൽ അവിടുന്ന് അന്ന ളാമിനുൻ എന്ന് പറഞ്ഞ ഇമാം തൊബറാനി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു വീട് വാങ്ങിത്തരാം. എന്താണ് ആ വർത്തമാനം? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ സ്വർഗത്തിൽ വീട് വാങ്ങാൻ സൊഫിൽ ഒരു ഗ്യാപ്പ് കണ്ടു. ഇപ്പോൾ ഡിസ്റ്റൻസ് പാലിക്കേണ്ട സമയമല്ലേ, അല്ലാത്ത ഘട്ടത്തിൽ ഒരു ഗ്യാപ്പ് കണ്ടു നിസ്കാരത്തിന്റെ സൊഫിൽ. അവിടെ വേഗം കയറി നിന്നാൽ സ്വർഗത്തിൽ ഒരു വീടാണ്. കണ്ടോ? അതും ഇമാം തൊബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. സ്വർഗത്തിൽ മരം നടാൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ വിശദീകരിച്ച് പറയുന്നത് ഹാഫിള് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ്, ഇബ്നു തൈമിയ്യന്റെ ഇബ്നു ഖയ്യിം അൽ ജൗസി അല്ല, ഹാഫിള് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അവിടുത്തെ ഹിഫ്ളുൽ ഉംറയിൽ പറയുന്നുണ്ട്, ഒരു ഈന്തപ്പന വര നട്ടാൽ മോനെ നിനക്ക് 10 ലക്ഷം ഒരാൾ തരാമെന്ന് പറഞ്ഞു. എങ്ങനെ? ഒരു ഈന്തപ്പന വര നട്ടാൽ 10 ലക്ഷം നിനക്ക് തരും. ഈത്തപ്പഴം നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ്, 10 ലക്ഷം നിനക്ക് തരുകയും ചെയ്യും. നമ്മളെ എത്ര മരങ്ങൾ ജീവിതത്തിൽ അതന്നെ ആയിരിക്കുമല്ലോ അല്ലെ നമുക്ക് ജോലി, അല്ലെ? നമ്മൾ അതന്നെ ചെയ്യൂലേ? ഓരോ മരത്തിനും 10 ലക്ഷം കിട്ടുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുക, സ്വർഗത്തിൽ ഒരു മരം കിട്ടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ തന്ന ഈ ദിക്റിനോട് നമ്മൾ എത്രമാത്രം നീതി പുലർത്തുന്നുണ്ട്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. വേറെ റിപ്പോർട്ട് പ്രകാരം സുബ്ഹാനല്ലാഹിൽ അളീമി വബിഹംദിഹി. ഇങ്ങനെ ഏത് ദിക്റ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ദിക്റ് അല്ലാലും സ്വർഗത്തിൽ ഒരു മരം. മിർഖാത്തുൽ മഫാത്തിഹിൽ ഒരു ചർച്ചയുണ്ട്. ഒരുപാട് ദിക്റില്ല, ടോട്ടൽ ഒരു മരം കിട്ടലാണോ അല്ല ഓരോ ദിക്റിനും ഓരോ മരം നടും എന്നാണോ, വൃക്ഷത്തെ കിട്ടും എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? ഓരോ ദിക്റിനും ഓരോ വൃക്ഷത്തെ കിട്ടും അത്ര. ഇമാം തിർമുദി റഹിമഹുള്ളയുടെ റിപ്പോർട്ടിൽ കാണാം, ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാൾ നടക്കുകയാണെന്ന് സങ്കല്പിക്കുക. 100 കൊല്ലം സഞ്ചരിച്ചാലും ആ മരത്തിന്റെ തണല് തീരൂല. ഒരു ദിക്റിനെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ ദിക്ർ തങ്ങളുടെ ഉമ്മത്തിനോടൊന്ന് പറഞ്ഞു കൊടുക്കണേ. സ്വർഗത്തിൽ നല്ല മണ്ണാണ്, നല്ല ഫലപുഷ്ടിയുള്ള വൃക്ഷത്തൈകൾ നടാൻ പറ്റിയ നല്ല കൃഷിഭൂമിയാണ് എന്ന് പറഞ്ഞു കൊടുക്കണേന്ന് ആര്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എണ്ണം വെച്ച് ചൊല്ലണ്ടേ ഈ ദിക്ർ? സ്വർഗത്തിൽ മരം കിട്ടും എന്ന് പറഞ്ഞാൽ നരകത്തിൽ കടത്തിയിട്ട് പാട്ടത്തിന്റെ പൈസ കൊടുത്തേക്കലോ വാടകന്റെ പൈസ കൊടുത്തേക്കലോ അല്ലല്ലോ, സ്വർഗം കിട്ടുന്നല്ലേ അതിന്റെ അർത്ഥം. അള്ളാഹു നമ്മൾ അവിടെ എത്തിക്കുമാറാവട്ടെ. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ഒരു ദിക്ർ പറഞ്ഞു തന്ന കാലമേതാ? അവര് വഫാത്തായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് വഫാത്തിന് ശേഷം ഈ ഉമ്മത്തിനോട് ഇത്രയും കൃപയുണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്രമാത്രം കൃപയുണ്ടാവും എന്ന് പറഞ്ഞാൽ, സ്വപ്നത്തിലൂടെ ഈ ഉമ്മത്തിലെ പ്രിയപ്പെട്ടവരെ തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കും എന്ന്. അത് സ്വഹാബത്തിന് മാത്രമല്ല, ശേഷമുള്ളവർക്കും സാധ്യമാണ്. എത്ര ചരിത്രങ്ങളുണ്ട്, എത്രയോ പേരെ സ്വഹാബത്തിന്റെയും പിൽക്കാലക്കാരുടെയും ചരിത്രത്തിൽ നമുക്കത് കാണാം. തർബിയത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെന്താ വേണ്ടത് എന്ന് വെച്ചാല്, നമുക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹം വേണം, വേറെ എവിടുന്നും അല്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നൊരു കൽബിൽ നിന്ന് കുലൈബുൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ കൽബ് നമുക്കുണ്ടാവണം. അതിന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയണത്, ഞാൻ ഓർക്കുമ്പോൾ തങ്ങൾ, ഞാൻ സംസാരിക്കുമ്പോൾ തങ്ങൾ, ഞാൻ കേൾക്കുമ്പോൾ തങ്ങൾ, അവിടത്തേക്കാണ് ഒരു മുഹിബിന്റെ കൽബെത്തേണ്ടത്. അല്ലാതെ ഒരു ദിവസം രാത്രി നബി തങ്ങളെ കാണും, കണ്ടു, ഇത്ര സ്വലാത്തില്ലിട്ട് കണ്ടു, അങ്ങനെയല്ല നമ്മളെ മഹബത്തിനെ തിട്ടപ്പെടുത്ത. ഇന്നലെ രാത്രി കണ്ടു, എന്റെ മഹബത്ത് കംപ്ലീറ്റ് ആയി, 100% പൂർത്തിയായി. ഇതല്ല. ഇങ്ങനെ ആരോ എവിടുന്നോ വിചാരിച്ചു പോയിട്ടുണ്ട്. കൽബിൽ നിറയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാവണം. കൽബിൽ നിന്നുള്ള മഹബത്ത് ഉണ്ടെങ്കിൽ
ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് മഹബത്തായിരിക്കുന്ന മഹാനായ യൂസുഫ് നബ്ഹാനി റഹിമഹുള്ളയുടെ അൽ അൻവാറുൽ മുഹമ്മദിയയിൽ കാണാം, ഒരു മുഹിബായ മനുഷ്യന് ഉള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ക്വാളിറ്റി തഅളീമുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ദിക്രിഹി, അവിടുത്തെ പറയുമ്പോൾ വലിയ ബഹുമാനം ഉണ്ടാവും. വഇൽഹാറുൽ ഖുശൂഇ വൽ ഖുളൂഇ വൽ ഇൻകിസാരി മഅ സമാഇ ഇസ്മിഹി, അവിടുത്തെ പേര് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഒരു ഭയം, ഉള്ളിൽ ഒരു ഭയഭക്തി. ഫകുല്ലു മൻ അഹബ്ബ ശൈഅൻ ഖളഅ ലഹു, ഏതൊരാളെയും ഇഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ വിനയാന്വിതരാകും. എന്നിട്ട് മഹാനവറുകൾ അബൂ ഇബ്രാഹിം തുജീബി റഹിമഹുള്ളയുടെ ഒരു വാക്കെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. വാജിബുൻ അലാ കുല്ലി മുഅ്മിനിൻ മത്താ ദക്കറഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ദുകിറ ഇൻദഹു അൻ യഖ്ലഅ വയഖ്ശഅ വയതവഖറ വയസ്കുന മിൻ ഹറകാതിഹി വയഖുദ ഫീ ഹൈബതിഹി വഇജ്ലാലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഉള്ളതുപോലെ അദബ് കാണിക്കണം അവിടുത്തെ പേര് പറയുമ്പോൾ. മഹാനായ അയ്യൂബ് സഖ്തിയാനി റളിയല്ലാഹു അൻഹു വലിയ ഹദീസ് പണ്ഡിതനല്ലേ, മഹാനവറുകളുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ തന്നെ ഒരുപാട് നേരം കരിയുമായിരുന്നു. ജഅഫർ ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന പണ്ഡിതൻ ധാരാളം ചിരിക്കൊക്കെ ചെയ്യുന്ന ആളാ. പക്ഷേ ഫഇദാ ദുഖിറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ഫറ ലൗനുഹു, അവിടുത്തെ ശരീരത്തിന്റെ നിറം തന്നെ മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞാൽ, മാലിക് ഇമാമിന്റെ അടുത്തുനിന്ന് നബി തങ്ങളെ പറഞ്ഞാൽ അവിടുന്ന് ബോധം കെട്ട് വീഴുകയാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നുൽ ഖാസിം തങ്ങളെ കുറിച്ച് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവരെ അടുത്തുനിന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ നാവ് കൊണ്ടോ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, പിന്നെ നാവ് അനക്കാൻ പറ്റൂല. അവരെല്ലാം മഹബത്ത് എവിടെ എത്തി നോക്കി. സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങാനും അവരെ അടുത്തുനിന്ന് പറഞ്ഞാൽ ബകാ ഹത്താ ലാ യബ്ഖാ ഫീ ഐനൈഹി ദുമൂഅ, കരഞ്ഞ് ലാസ്റ്റ് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ തീർന്നു പോകുന്ന തരത്തിൽ കരയുമായിരുന്നു. ഇതുപോലെ സുഹരി ഇമാം, സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു, ഖത്താദ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ചരിത്രം കാണാം. അവിടത്തേക്കാണ് പണ്ടുള്ള മഹബത്തും ഇപ്പോഴുള്ള മഹബത്തും തമ്മിലുള്ള ഒരു അന്തരം അത് തന്നെയാണ്. അഥവാണല്ലോ അടിസ്ഥാനം. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം അങ്ങോട്ട് മഹബത്താക്കി മാറ്റല, അതുപോരാ, നമുക്ക് നല്ല അദബുണ്ടാവണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വുളു ഇല്ലാതെ പറയൂല എന്ന് തീരുമാനിച്ച മഹാന്മാർ, അവിടുത്തെ പേര് എന്റെ നാവ് കൊണ്ട് ഒരിക്കലും പറയൂല, തങ്ങളുടെ പേര് പറയൂല, യാ റസൂലുള്ളാഹ് എന്നല്ലാതെ വേറൊന്നും പറയില്ല എന്ന് തീരുമാനിച്ച സ്വഹാബത്തുണ്ട്, താബിഈങ്ങളുണ്ട്. അതാണ് അവർക്ക് ഇത്രമേൽ തർബിയത്ത് കിട്ടാനുള്ള കാരണം. റളിയല്ലാഹു അൻഹു ഭാര്യയെ ചുംബിച്ചുപോയി റമളാനിൽ, നല്ലതല്ലല്ലോ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്ന് തിരുത്തി കൊടുത്തല്ലോ. നമുക്ക് ആ ലോകത്തേക്ക് എത്താൻ പറ്റണം. എത്ര വരെ സ്വപ്നത്തിൽ കണ്ടതിന്റെ റിസൾട്ട് അവർക്ക് പിന്നീട് അനുഭവിക്കാൻ പറ്റി. അങ്ങനെ ധാരാളം തെളിവുകളുണ്ടല്ലോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ശരിക്ക് ചെറുപ്പത്തിൽ കാഴ്ച പോയ ഒരാളാണ്. അവിടുത്തെ ഉമ്മ ദുആ ചെയ്ത് അവസാനം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വപ്നത്തിൽ കാണുകയും അവിടുന്ന് നിന്റെ മകന് കാഴ്ച തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ലികസറത്തി ദുആഇക്കി, ധാരാളമായി നിങ്ങൾ ദുആ ചെയ്തതിന്റെ പേരിൽ എന്ന് പറഞ്ഞല്ലോ. ഫത്തുഹുൽ ബാരിയുടെ ആമുഖത്തിൽ കാണാം. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തതും ധാരാളമായിട്ട് കാണാം. തിരിച്ചുകൊണ്ട് സ്വപ്നത്തില് ശിക്ഷ കൊടുത്തതുണ്ട്, തിരുത്തി കൊടുത്തതുണ്ട്. അബുൽ ഹസൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം ഇബ്നു ഹിർസും എന്നാണ് അറിയപ്പെടുന്നത്. ഈ അബുൽ ഹസൻ എന്ന് പറയുന്ന പണ്ഡിതൻ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനെ ആക്ഷേപിച്ചു. ഗസാലി ഇമാമിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ബിദ്അത്താണ്, മുഖാലിഫൻ ലിസുന്ന, സുന്നത്തിനോട് എതിരായ ഒരുപാട് ആശയങ്ങൾ ഇതിലുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹമാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ആളായിരുന്നു. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി, പണ്ഡിതന്മാരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങളൊന്ന് ഇഹ്യാ ഉലൂമുദ്ദീൻ നോക്കൂ, അതിലൊരുപാട് പാകപ്പിഴവുകളല്ലേ എന്നൊക്കെ അദ്ദേഹം എല്ലാവരോടുമായി ചോദിച്ചു. സുമ്മ അജ്മഉ, പിന്നെ ആ പണ്ഡിതന്മാർ, ഫിഖ്ഹിന്റെ പണ്ഡിതന്മാരെല്ലാം തീരുമാനിച്ചു, എല്ലാവരും കൂടി
അലാ ഇഹ്റാഖിഹി യൗമൽ ജുമുഅ. അന്നൊരു വെള്ളിയാഴ്ച ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ എല്ലാ കോപ്പിയും കത്തിച്ചു കളയണമെന്ന് തീരുമാനിച്ചു. നാളെ വെള്ളിയാഴ്ചയാണെങ്കിൽ ഇന്നാണ് തീരുമാനം. അഥവാ വഖാന ദാലിക യൗമുൽ ഖമീസ്, വ്യാഴാഴ്ചയാണ് തീരുമാനിക്കുന്നത്. നാളത്തെ വെള്ളിയാഴ്ച നമ്മുടെ നാട്ടിൽ ലഭ്യമായ ഇഹ്യാ ഉലൂമുദ്ദീനെ എല്ലാം കത്തിച്ചു കളയണം. ഫലമ്മാ കാന ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവായപ്പോൾ, അഥവാ നാളെ വെള്ളിയാഴ്ചയാണെങ്കിൽ ഇന്ന് രാത്രിയായപ്പോൾ, ഈ അബുൽ ഹസൻ എന്ന പണ്ഡിതൻ, ജനങ്ങൾക്കിടയിൽ ഏറെ സ്വാധീനമുള്ളയാൾ, അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹം സാധാരണ പ്രവേശിക്കുന്ന പള്ളിയിൽ അദ്ദേഹം പ്രവേശിച്ചു. പള്ളിയിൽ ഒരു പ്രകാശം. നോക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ തങ്ങളും കൂടെയുണ്ട്. മുമ്പിൽ ഇഹ്യാ ഉലൂമുദ്ദീൻ എടുത്തുകൊണ്ട് അതിന്റെ ഗ്രന്ഥകർത്താവായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹും അവിടെ ഉണ്ട്. ഗസ്സാലി ഇമാം പറഞ്ഞു, നബിയെ ഹാദാ ഖസ്മുന, ഈ വരുന്ന അബുൽ ഹസനാണ് എന്റെ പ്രതിയോഗി. എന്റെ ഈ ഇഹ്യാ ഉലൂമുദ്ദീനിൽ സുന്നത്തിനോട് എതിരായ ഒരുപാട് ആശയങ്ങൾ, ബിദ്അത്തുകൾ കയറിക്കൂടിയിട്ടുണ്ട് എന്നാണ് ഇയാളുടെ വാദം. തങ്ങൾ പരിശോധിക്കൂ, ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താം, ഞാൻ തൗബ ചെയ്യാം. അഥവാ ഇല്ലെങ്കിൽ, തങ്ങളുടെ ബർക്കത്തുകൊണ്ട് അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ തങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണേ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഇഹ്യാ ഉലൂമുദ്ദീൻ രചിച്ചത്. പരിശോധന നടത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ പേജുകളും മറച്ചുകൊണ്ട് പരിശോധന നടത്തുന്നു. അബുൽ ഹസൻ എന്ന ഈ പണ്ഡിതൻ തന്നെയാണ് ഈ അനുഭവം പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലാണ് ഈ സംഭവം. പരിശോധന നടത്തി കഴിഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇഹ്യനെ കുറിച്ച് പറയാണ്, വല്ലാഹി ഇന്ന ഹാദാ ഷൈഉൻ ഹസൻ, എന്തൊരു ഭംഗിയുള്ള ഗ്രന്ഥം. കൂട്ടരെ ആലോചിച്ച് നോക്കിയേ, ഗസ്സാലി ഇമാമിന്റെ ഒരു കിതാബിനെ കുറിച്ച് റസൂലുള്ളാഹി ആശംസ അറിയിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. സിദ്ദീഖ് തങ്ങളും പറഞ്ഞു, ഇന്നഹു ലഹസനുൻ, വളരെ ഭംഗിയുള്ള ഗ്രന്ഥം. ഉമർ തങ്ങളും ഇതേ അഭിപ്രായം പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, അയാളുടെ വസ്ത്രം മാറ്റണം, എന്നിട്ട് അയാൾക്ക് ആരോപണത്തിന്റെ ശിക്ഷ നടപ്പാക്കണം. ആരോപണത്തിന്റെ ശിക്ഷ നടപ്പാക്കണം. ഈ സ്വപ്നം കാണുന്ന ആൾക്കെതിരെ ആരോപണത്തിന്റെ ശിക്ഷ നടപ്പാക്കണമെന്ന് അയാൾ തന്നെ കാണുന്നു എന്നർത്ഥം. അബുൽ ഹസന് കണ്ടു, 5 അടി കിട്ടി ചാട്ടവാറ് കൊണ്ട്. സിദ്ദീഖ് തങ്ങളെ ഇടപെട്ടിട്ട് മുത്തുനബി തങ്ങളോട് പറഞ്ഞു, നബിയേ വിട്ടേക്കു, നബിയേ വിട്ടേക്കൂ, മാപ്പ് കൊടുക്കൂ, ഒരു പിഴവ് സംഭവിച്ചതല്ലേ. മുത്തുനബി തങ്ങൾക്കാണെങ്കിൽ ഗസ്സാലി ഇമാമിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് സഹിക്കാൻ പറ്റിയില്ല. കൂട്ടരെ ആലോചിച്ചു നോക്കൂ, അവരുടെ എല്ലാം ബന്ധം എത്രയാണ്. അങ്ങനെ അടിനിർത്തി ഫലമ്മസ്തൈഖള മിൻ മനാമി, ഈ അബുൽ ഹസൻ എന്ന പണ്ഡിതൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. വഅസ്ബഹ, നേരം വെളുത്തു. വഅലമ അസ്ഹാബഹു ബിമാ ജറാ, സ്വപ്നത്തിൽ കണ്ടതെല്ലാം അവരുടെ ശിഷ്യന്മാരോട്, അനുയായികളോട് പറഞ്ഞു കൊടുത്തു. വമകത ഖരീബൻ മിനശ് ശഹരി മുതഅല്ലിമാ, വേദന 1 മാസത്തിനടുത്തുണ്ടായിരുന്നു. അലാ ലഹ്രിഹി, അദ്ദേഹത്തിന് ചാട്ടവാറടി കിട്ടിയതിന്റെ അടയാളവും വേദനയും 1 മാസം ഉണ്ടായിരുന്നു. പിന്നെ വസാറ യൻദുറു കിതാബൽ ഇഹ്യാഇ, ഇഹ്യാ ഉലൂമുദ്ദീനിനെ വല്ലാതെ ബഹുമാനിക്കാൻ തുടങ്ങി. വയുഅള്ളിമുഹു അസുലൻ നസുലാ, വല്ലാതെ അതിന്റെ ഓരോന്നും ബഹുമാനിക്കാൻ തുടങ്ങി. കണ്ടോ, ഗസ്സാലി ഇമാമിന് അംഗീകാരം, അബുൽ ഹസൻ എന്ന പണ്ഡിതന് തിരുത്ത് ഒരു സ്വപ്നത്തിൽ നബി തങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇമാം സുബ്കി റഹ്മഹുള്ളയുടെ തബഖാത്തു ശാഫിഇയ്യത്തിൽ കുബറയിൽ കാണാം. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ എത്ര സംഭവങ്ങൾ, ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ ഖിറാഅത്തിന്റെ വലിയൊരു ആലിമല്ലേ ഇമാം നാഫി റളിയല്ലാഹു അൻഹു, അവരുടെ വായിൽ നിന്ന് എപ്പോഴും കസ്തൂരിയുടെ ഗന്ധം വരും സംസാരിക്കുമ്പോൾ. ഹാഫിള് ദഹബ് രേഖപ്പെടുത്തുന്നതാണ്. അതിന്റെ കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ കൊടുത്തതായിരുന്നു. ഇങ്ങനെ സ്വപ്നത്തിൽ തർബിയത്ത് നൽകൽ മാത്രമല്ല, ആശീർവാദം നൽകൽ മാത്രമല്ല, സ്വപ്നത്തിൽ കിട്ടിയത്, അനുഭവിച്ചത് ഉണർച്ചയിൽ നേരിട്ട് വസ്തുക്കളായും അനുഭവങ്ങളായിട്ടും അവർക്കുണ്ടായിട്ടുണ്ട്, മഹാന്മാർക്കുണ്ടായിട്ടുണ്ട്. തൊപ്പി കൊടുത്ത മഹാന്മാരുണ്ടല്ലോ, സ്വപ്നത്തിൽ കിട്ടിയിട്ടുണ്ടല്ലോ. ബർക്കത്തിന് വേണ്ടി ഒരു വടി കിട്ടിയവരുണ്ടല്ലോ. മഹാനായ അബുൽ ഖൈർ റളിയല്ലാഹു അൻഹു,
ഇമാം സഖാവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നതാണ്. മഹാനവറുകൾ പറയാണ്, ഞാൻ മദീനയിലെത്തി. വകുന്തു ഫീ ഫാഖ, ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ കഴിയുന്ന കാലം, വല്ലാതെ വിശപ്പുണ്ട്, 5 ദിവസമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. ഫഖുംതു ഇലൽ ഖബർ, റൗള ഷരീഫിന്റെ അടുത്തേക്ക് ഞാൻ പോയി. എല്ലാ പ്രശ്നവും പരിഹരിക്കുന്ന കേന്ദ്രമല്ലേ, അള്ളാഹു നമ്മളെല്ലാം അവിടെ ധാരാളം തവണ എത്തിക്കുമാറാവട്ടെ. വസല്ലംതു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅല അബീ ബക്കറിൻ വഉമറ റളിയല്ലാഹു അൻഹുമാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും 2 പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞാൻ സലാം പറഞ്ഞു. വഖുൽതു, ഞാൻ എന്നിട്ട് തങ്ങളോട് പറഞ്ഞു, അന വൈഫുക്കൽ ലൈല, ഇന്നത്തെ രാത്രി തങ്ങളുടെ അതിഥി ഞാനാണ് നബിയെ. യാ റസൂലല്ലാഹ്, 5 ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇതൊക്കെ പറഞ്ഞു വനിംതു ഖൽഫൽ മിമ്പർ, ഞാൻ ആ മിമ്പറിന്റെ പിന്നാലെ പോയിട്ട് ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങി. അപ്പോൾ ഫറഅയ്തു ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലതുഭാഗത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇടതുഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു, മുന്നിലതാ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു എന്നെ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളല്ലേ പരാതി പറഞ്ഞേക്കണത്? ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരിക്കുന്നു. ഇതൊക്കെ കാണുന്നത് ഉറക്കിലാണ്. ഫതഫഅ ഇലയ്യ റഗീഫ, എനിക്കൊരു റൊട്ടി തന്നു, ഒരു പത്തിരി തന്നു. ഫഅകൽതു നിസ്ഫഹു, ഞാൻ അതിങ്ങനെ തിന്നുന്നതാണ് സ്വപ്നത്തിൽ കാണുന്നത്, പകുതി തിന്നു. ഫന്തബഹ്തു, ഞാൻ ആ സമയത്ത് നെട്ടി ഉണർന്നപ്പോൾ ഫഇദാ ഫീ യദി നിസ്ഫ റഗീഫിൻ, ബാക്കി പകുതി എന്റെ കയ്യിലുണ്ടായിരുന്നു. യാ റസൂലല്ലാഹ്, എന്ത് വേണമെങ്കിലും അവിടുന്ന് കിട്ടും. റൗളുർ റയ്യാഹീനിൽ ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു ഈ ചരിത്രം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഇങ്ങനെ എത്ര ആൾക്ക് ദാഹിച്ചവർക്ക്, വിശന്നവർക്ക്. ഇതുപോലെ മുഹമ്മദ് ബിൻ അബിൽ അമാൻ റഹിമഹുല്ലാഹ് മിസ്ബാഹുൽ അലാമിൽ കാണാം, മഹാനവറുകൾ തിരുറൗളയിലേക്ക് വന്നു, സിയാറത്ത് ചെയ്തു. എന്നിട്ട് തൊട്ട് അപ്പുറത്ത് പോയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കിടന്നുറങ്ങി. പെട്ടെന്നുണ്ട് ഉറക്കത്തുനിന്ന് ഉണർന്നിട്ട് നേരെ റൗളയിലേക്ക് പോയി. തിരിച്ചു വരുമ്പോ മുത്തബസ്സിമൻ, പുഞ്ചിരിച്ചിട്ടാ വരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശംസുദ്ദീൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹമായിരുന്നു അന്ന് റൗളയുടെ ഖാദിമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചിരിക്കണത്? നിങ്ങൾക്ക് എന്താ ഒരു പെട്ടെന്നൊരു ചിരി? അപ്പോൾ അദ്ദേഹം പറയാണ്, മുഹമ്മദ് ബിൻ അബിൽ അമാൻ റഹിമഹുല്ല പറയാണ്, എനിക്ക് വല്ലാതെ വിശപ്പുണ്ടായിരുന്നു, റൗളയുടെ ചാരത്ത് ഞാൻ കിടന്നുറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. എനിക്കൊരു പാത്രം നിറയെ, ഒരു ചട്ടി നിറയെ പാല് തന്നു. ഞാൻ ആ പാല് കുടിച്ചു, എന്റെ ദാഹം മാറി. വഹാദാ ഹുവ, എന്റെ വായിൽ ഇത് ആ പാലുണ്ട്. ഫബസഖൽ ലബന മിൻ ഫീഹി, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കുറച്ച് തുപ്പി. ഫീ കഫിഹി, അദ്ദേഹത്തിന്റെ കയ്യിലേക്ക്. ഈ റൗളയുടെ കാവൽക്കാരൻ, ആ ഖാദിമ പറയാണ്, വശാഹദ്നാഹു മിൻ ഫീഹി, അദ്ദേഹത്തിന്റെ വായിൽ ആ പാല് നമ്മൾ കണ്ടു. ഉറക്കത്തിൽ ഉണർന്നവരുടെ വായിൽ എങ്ങനെ പാലുണ്ടാവാനാ? മിൻ ബറക്കത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് അല്ലാഹ് എന്താ കൊടുക്കാത്തത്? എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ എപ്പോഴും പറയുന്നത് പോലെ പാതിരാക്ക് വെള്ളം എടുത്തു കൊടുത്ത ഖാദിമായ റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് സൽ യാ റബീഅ, വേണ്ടതൊക്കെ ചോദിച്ചോ മോനെ എന്ന് ചോദിച്ചത്. വേണ്ടതൊക്കെ ചോദിച്ചോളി എന്ന് പറഞ്ഞാൽ എല്ലാം എനിക്ക് തന്നിട്ടുണ്ട് മോനെ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് അവിടുത്തെ ഫതുഹുൽ ഇലാഹിൽ വിശദീകരിക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും കിട്ടും, എന്തെല്ലാം റിസൾട്ടുകൾ. ഇനി ഇങ്ങനെ ഭക്ഷണവും വെള്ളവും എന്ന് മാത്രമല്ല, ഓരോ സമയത്ത് എന്ത് ചെയ്യണം, യുദ്ധത്തിന് പോയാൽ എങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങണം, ഇങ്ങനെ എത്ര സംഭവങ്ങൾ. ഒരു പ്രയാസം വന്നാൽ അവിടെ എന്താണ് ചൊല്ലേണ്ടത്, അങ്ങനെ എത്ര കാര്യങ്ങൾ. മഹാനായ അബൂബക്കർ റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഫഖറുദ്ദീൻ റാസി തങ്ങളല്ല, അബൂബക്കർ റാസി എന്ന് പറയുന്ന പണ്ഡിതൻ പറയുകയാണ്, കുന്തു ബി ഇസ്ബഹാൻ ഇന്ദ അബീ നുഐം, അബൂ നുഐം എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു അവരുടെ അടുത്ത് ഞാനിങ്ങനെ ഹദീസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ബഹാനിൽ. അവിടെ അബൂബക്കർ ബിൻ അലി എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ ഉണ്ട്. എല്ലാവരുടെയും ഫത്വയുടെ അഭയകേന്ദ്രമാണ്, എല്ലാവർക്കും എന്തും ചോദിക്കാൻ പറ്റുന്ന വലിയ ആലിമാണ്. അദ്ദേഹത്തെ ആ നാട്ടിലെ രാജാവ് സുൽത്താൻ അന്യായമായി ജയിലിലടച്ചു. അബൂബക്കർ റാസി തങ്ങൾ പറയാണ്, ഫറഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. വലത്തെ ഭാഗത്ത് ജിബ്രീൽ അലൈഹിസ്സലാമും ഉണ്ട്. എന്നോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാണുന്ന മഹാന്റെ പേര് അബൂബക്കർ റാസി, ജയിലിൽ അടക്കപ്പെട്ട മഹാന്റെ പേര് അബൂബക്കർ ബിൻ അലി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞു, ഖുൽ, മോനെ അബൂബക്കറെ നീ പറയണം, ലി അബീബക്കർ ബിൻ അലി, ജയിലിലടക്കപ്പെട്ട നമ്മുടെ അബൂബക്കർ ബിൻ അലി എന്നവരോട് പറയണം, യദ്ഉ ബിദുആഇൽ കർബ്,
അല്ലദീ ഫീ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരിയിലുള്ള ദുആഉൽ കർബ് ചൊല്ലാൻ പറയൂ, എന്നാൽ പ്രശ്നമൊക്കെ തീരും, പറഞ്ഞോളി എന്ന് പറഞ്ഞു. ഞാൻ ജയിലിലേക്ക് പോയി. എനിക്ക് അബൂബക്കർ ബിൻ അലി എന്നവരെ കാണാനായിരുന്നു ആ പോക്കിന്റെ ലക്ഷ്യം. ഫഅസ്ബഹ്തു ഫഅഖ്ബർതുഹു, ഞാൻ നേരം വെളുത്ത് പോയി വിഷയം പറഞ്ഞു കൊടുത്തു. ഫദഅ ബിഹി, അബൂബക്കർ ബിൻ അലി എന്നവർ ഈ ദിക്ർ ചൊല്ലാൻ തുടങ്ങി. ഫലം യകുൻ ഇല്ലാ ഖലീലൻ ഹത്താ അഖ്റജ്, കുറഞ്ഞ ദിക്ർ ചെല്ലുമ്പോൾ തന്നെ ജയിലിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. ഫത്ഹുൽ ബാരിയിൽ ചരിത്രം കാണാം. ഇതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ഇപ്പോഴും റൗളയിലുള്ളത്. ആ കഴിവ് റസൂലുള്ളാഹിക്ക് ഒട്ടും കുറഞ്ഞിട്ടില്ല. നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു, എന്തേ പരിഹരിക്കപ്പെടാത്തത്? നമ്മൾ അബൂബക്കർ ബിൻ അലി എന്ന മഹാനെ പോലെ ആയിട്ടില്ല. റസൂലുള്ളാഹിക്ക് ഇപ്പം പ്രശ്നം തീർക്കാൻ കഴിവുണ്ട്. നമുക്ക് 100 കൂട്ടം പ്രശ്നങ്ങളില്ലേ, ആത്മീയമായി നമ്മൾക്ക് മുന്നേറാൻ കഴിയുന്നില്ല. ഖൽബിൽ ഇഷ്ക് വരുന്നില്ല, മഹബത്ത് വരുന്നില്ല. ഇഷ്ക് എന്താണെന്ന് അറിയില്ല. ദുന്യവി മുഖറവിയായ ഇങ്ങനത്തെ എത്ര പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. നമുക്കെന്താ ഇങ്ങനെ ആരും ഒന്നും പറഞ്ഞുതരാത്തത്? ആ ദുആഉൽ കർബ്, അല്ലെങ്കിൽ ഈ ദുആഉൽ കർബ് ഇപ്പോഴും ബുഖാരിയിലുണ്ട്. അത് ചൊല്ലിയിട്ട് നമുക്കൊന്നും മാറണില്ല. എന്താണ് അതിന്റെ ഒരു കാരണം? നമ്മുടെ ഈമാനിന്റെ ഫലത്തിന്റെ കുറവാണ്, മഹബത്തില്ലായ്മയാണ്. അള്ളാഹു നമ്മളെല്ലാം നന്നാക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. സ്വഹീഹുൽ ബുഖാരിയിൽ ഉള്ള ഹദീസാണ്. ഇതാണ് ദുആഉൽ കർബ്. പ്രസവ സമയത്ത് ലേബർ റൂമിലേക്ക് കയറ്റിയ ഏത് ഘട്ടത്തിലും പ്രശ്നമുണ്ടോ, നബവി ഇമാമിനെ പോലുള്ള മഹാന്മാര് പറയുന്നുണ്ട്, ഈ ദിക്ർ ചൊല്ലിയാൽ മതി. അതെന്ത് പ്രശ്നമായാലും, ശാരീരികമായി, സാമ്പത്തികമായി. ഈ ദുആഇന്റെ പേരെന്നെ ദുആഉൽ കർബ് എന്നാണ്. ഫരിജ് ബിഹാ കർബന യാ വാസിഅൽ കർബി എന്ന് പറയുന്നത്. പ്രശ്നം തീർക്കുന്ന ദിക്റാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച ദിക്ർ അവിടുത്തെ ജീവിതത്തിൽ ചൊല്ലുക മാത്രമല്ല, പിന്നീടുള്ള ഉമ്മത്തിന് നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. ഫത്ഹുൽ ബാരിയിൽ കാണാം. ഈ ദിക്റായിരിക്കണം. ഭാര്യ ലേബർ റൂമിൽ കയറിയാൽ ഇതിനേക്കാൾ ഫലമുള്ള ഒന്നൊന്നും വേറൊന്നുണ്ടാവില്ല. അത്രയും ഫലമാണത്ര. അള്ളാഹു നമ്മളെല്ലാം യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാനിങ്ങനെ ഇത് കിതാബിലെ ഇത് ഈ ചരിത്രം കണ്ടപ്പോൾ വിചാരിച്ചു, സ്വഹീഹുൽ ബുഖാരിയിലുള്ള ദുആഉൽ കർബ് ചൊല്ലാൻ പറഞ്ഞേക്ക്. ബുഖാരിക്കുള്ള അംഗീകാരമാണത്. അല്ലെങ്കിൽ ദുആഉൽ കർബ് ചൊല്ലാൻ പറഞ്ഞ ഒറ്റയടിക്ക് പറഞ്ഞാൽ പോരെ. സ്വഹീഹുൽ ബുഖാരിയിൽ ഉള്ള ദുആഉൽ കർബ് ചൊല്ലൂ. ആ ബുഖാരി ഇമാമിനെ കൂടെ അംഗീകരിക്കുന്നു. ആരാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു? അബ്ദുൽ വാഹിദ് ബിൻ ആദം എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. സ്വഹാബത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ കൂടെയുണ്ട്. വഹുവ വാഖിഫുൻ ഫീ മൗളിഇൻ, ഒരു സ്ഥലത്ത് തങ്ങൾ ഇങ്ങനെ ആരെയോ കാത്തിരിക്കുന്നു. ഞാൻ തങ്ങളോട് സലാം പറഞ്ഞു. തങ്ങൾ സലാം മടക്കി. ഞാൻ തങ്ങളോട് ചോദിച്ചു, മാ വഖൂഫുക യാ റസൂലല്ലാഹ്, തങ്ങൾ ആരെയോ വെയിറ്റ് ചെയ്യാണല്ലോ. ഫഖാൽ, അവിടുന്ന് പറഞ്ഞു, അതെ, അന്തളിർ മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി, ഞാൻ ഇസ്മാഈൽ ബുഖാരി എന്നവരെ കാത്തു നിൽക്കുകയാണ്. ഫലമ്മാ കാന ബഅദ അയ്യാം, ഞാൻ കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിഷയാർന്നു ബുഖാരി ഇമാം വഫാത്തായിട്ടുണ്ട്. ഞാനിങ്ങനെ സ്വപ്നം കണ്ട ദിവസവും ബുഖാരി ഇമാമിന്റെ വഫാത്തിന്റെ ഡേറ്റും നോക്കിയപ്പോൾ അതേ ഡേറ്റ്, സെയിം ഡേറ്റ് ആണ്. താരീഖ് ബഗ്ദാദിൽ, തഹ്ദീബുൽ കമാലിൽ, സിയറു അലാമിൻ നുബലായിൽ, എത്രയോ സിയറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മഹാന്മാരെല്ലാം വഫാത്താവാൻ കാത്തുക്കാണ്, റസൂലുള്ള കാത്തുക്കുകയാണ്. മഹാന്മാരെ വെയിറ്റ് ചെയ്യുന്നു. അവർക്ക് ഒരു അബദ്ധം വിടഞ്ഞു പോയാൽ തിരുത്തി കൊടുക്കുന്നു. പ്രശ്നം വന്നാൽ ഉടനെ പരിഹരിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. ആ റസൂലുള്ളാഹിനെ നമുക്കൊന്ന് കാണണ്ടേ? നമുക്കെന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. പരിഹരിക്കുന്ന നേതാവ് ഇപ്പോഴും റൗദയിലുണ്ട്. നമുക്കൊന്ന് കാണണ്ടേ? ഒന്ന് കാണണ്ടേ മുഅ്മിനീങ്ങളെ? ഹൽ റഅയ്ത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ റസൂലുള്ളാഹിനെ കണ്ടോ? ബൂസൂരി ഇമാമിനോടുള്ള ആ ചോദ്യമാണ് ബൂസൂരി ഇമാമിനെ ഇത്ര വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചത്. അബൂ യസീദുൽ ബിസ്താമി തങ്ങളോട് ഉമ്മ ചോദിച്ച ചോദ്യമാണ് അബൂ യസീദ് തങ്ങളെ ഇത്ര വലിയ ദറജയിലേക്ക് എത്തിച്ചത്. അബൂ യസീദ് തങ്ങൾ എപ്പം പറയും ശിഷ്യന്മാരോട്, എന്നെ ഇത്രമേൽ നന്നാക്കിയത് എൻ്റെ ഉമ്മയാണ്. കൂട്ടരെ, നമുക്കൊന്ന് കാണണ്ടേ? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചോദ്യം, ഖൽബിൽ കണ്ട നേതാവ് എപ്പോഴാ കണ്ണിൽ വരിക? അതിന് നമ്മൾ ഖൽബിൽ കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ആദ്യം ഒരു വിചാരണ നടത്തുക. നമുക്ക് എത്രത്തോളം ഈമാനുണ്ട്, തഖ്വയുണ്ട്? റസൂലുള്ളാഹിനോട് അടുക്കണം. റബീഉൽ അവ്വൽ കഴിഞ്ഞു എന്ന് വിചാരിച്ച് തങ്ങളെ പഠിക്കണ്ടെന്ന് ആരും വിചാരിച്ചേക്കരുത്. പഠിക്കൂ. പഠിച്ച് 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 പഠിച്ച്
അവിടുത്തെ കണ്ണെങ്ങനെ, അവിടുത്തെ ചുണ്ടെങ്ങനെ, അവിടുത്തെ മുഖമെങ്ങനെ എല്ലാം പഠിച്ച് അത്തഹയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി പറയുമ്പോൾ ആ മുത്തുനബി തങ്ങൾ വഅലൈക്കും അസ്സലാം എന്ന് പറയുന്ന കേട്ടിട്ടില്ലെങ്കിലും പറയുന്നതായിട്ട് മറുപടി പറയുന്നതായിട്ട് നമുക്കൊന്ന് തോന്നവരെ വേണ്ടേ? അവിടത്തേക്കെങ്കിലും എത്തിയിട്ടില്ലെങ്കിൽ നമ്മളെന്തിനാ കൊള്ളുക? എല്ലാ ദിവസവും ഇങ്ങനെ വിളിച്ച് സലാം പറയുന്നു, ഒരു മനസ്സിൽ ഒരു ഖുശൂഅോ ഒന്നും വരുന്നില്ലെങ്കിൽ നമ്മളെന്തിനാ കൊള്ളുക? അള്ളാഹു നമ്മളെ യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹിനെ നന്നായി പഠിക്കാനും അവിടുത്തെ കാണാനും നമുക്കെല്ലാം ഭാഗ്യം നൽകണേ റഹ്മാനെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് നമ്മുടെ കണ്ണും കൽബും ശുദ്ധിയാക്കി അവിടെ